ഹലോ ഗൈസ്, ക്രഞ്ചി റോൾ ദേ ആനിമെ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി, 2 ദിവസമായി. വിന്നേഴ്സ് നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എപ്പോഴും അവർ മൂഞ്ചിക്കാറാണ് പതിവ്. നോക്കാം. വ്യൂ വിന്നേഴ്സ്. എടുക്കുന്നു. ആനിമെ ഓഫ് ദി ഇയർ സോളോ ലെവലിംഗ്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി. ഇതിൽ മറ്റ് നോമിനീസ് നോക്കിയേ: ഡെലിഷ്യസ് ഇൻ ഡഞ്ചൻ, ഫ്രീ റൺ. ശരിക്കും പറഞ്ഞാൽ ഫ്രീ റൺ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ആനിമെ ഓഫ് ദി ഇയർ. പിന്നെ ഡെലിഷ്യസ് ഇൻ ഡഞ്ചനും സോളോ ലെവലിങ്ങിനേലും നല്ലതായിരുന്നു. ഈവൻ കൈജു നമ്പർ 8 വരെ സോളോ ലെവലിങ്ങിനേലും ബെറ്റർ ആനിമയാണ്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ സോളോ ലെവലിംഗ് എന്ന് പറയുന്നത് ഒരുമാതിരി നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. സെയിം ഫോർമുല. ആദ്യത്തെ എപ്പിസോഡിൽ ഒരു പവറും ഇല്ലാത്തൊരു മെയിൻ ക്യാരക്ടർ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഒടുക്കത്തെ പവറും, ഓവർ പവേർഡ്, OP, എന്നിട്ട് എല്ലാത്തിനും ഇടിച്ച് പപ്പടാക്കും. തന്നെയല്ലേ സുക്കിമിച്ചി. പിന്നെ വേറെ കുറേ ഇസക്കായി ഉണ്ടല്ലോ ഇതുപോലെ. ഇത് സെയിം തീമുള്ള കുറേ ഇസക്കായിസ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്തത് എനിക്കത് ഈ 13-14 വയസ്സുള്ള പിള്ളേരാന്ന് തോന്നുന്നു. കാരണം അവരുടെയൊക്കെ ഒരു ടേസ്റ്റിന് പറ്റിയ സാധനമാണ്. മാൻഹ്വ അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സോളോ ലെവലിങ്ങിൻ്റെ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇത് ആനിമെ പോരാ. ഈവൻ സീസൺ 2 പോരാ. അപ്പോൾ അത് വെറും കടായി. അടുത്തത് നെക്സ്റ്റ് ഫിലിം ഓഫ് ദി ഇയർ ലുക്ക് ബാക്ക്. കേട്ടിട്ടും കൂടിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം, അഭിപ്രായം അറിയിക്കുക. ഞാൻ ഈ കാറ്റഗറിയിൽ ആകെ ഹൈക്യൂ കണ്ടു, സ്പൈ എക്സ് ഫാമിലി കോഡ് വൈറ്റും കണ്ടു. ഇത് രണ്ടും കുഴപ്പമില്ലാത്ത മൂവീസ് ആയിരുന്നു. സ്പൈ എക്സ് ഫാമിലി എൻജോയബിൾ. ഹൈക്യൂ മൂവി ആനിമയുടെ അത്ര ഇല്ല കേട്ടോ. ഞാൻ PVRൽ പോയിട്ട് 4DXലൊക്കെ കണ്ടതാണ്. 4DXലൊക്കെ കാണാൻ രസമായിരുന്നു. പക്ഷേ ആനിമെ പ്രത്യേകിച്ച് സീസൺ 3 ഒക്കെ നമ്മുടെ സ്കൂളായിട്ടുള്ള ഒറ്റ മാച്ചായിട്ടൊരു സീസണൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമ പോരാ. ഇനി അടുത്തത് ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ് ഡീമൺ സ്ലെയർ. ആയിക്കോട്ടെ. ഹാഷറ ട്രെയിനിങ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. എൻ്റെ ഒപ്പീനിയനിൽ വേണമെങ്കിൽ ബ്ലീച്ച് 1000 ഇയർ ബ്ലഡ് പറഞ്ഞും കൊടുക്കായിരുന്നു. വൺ പീസ് വാസ് സ്ട്രോങ്. ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള വൺ പീസ്. ഒബ്വിയസ്ലി വൺ പീസ് വൺ ഓഫ് ദ ഗ്രേറ്റ് ആനിമീസ് ആണ്. ബിഗ് 3 പെട്ടതല്ലേ. പക്ഷേ ഇത് കുഴപ്പമില്ല. അടുത്തത് ബെസ്റ്റ് ന്യൂ സീരീസ് സോളോ ലെവലിംഗ്. ഇത് ഇവർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് കുറേ. ഇതിലും ഞാൻ ബെസ്റ്റ് ആനിമെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ റൺ, അപ്പോത്തിക്കറി ഡയറീസ്, ഡെലിഷ്യസ് ഇൻ ഡഞ്ചൻ, കൈജു നമ്പർ 8, ഡാൻ ഒക്കെ സ്റ്റോറി വൈസും ഇതൊക്കെ നോക്കുമ്പോൾ സോളോ ലെവലിങ്ങിനേക്കാളും ഫാർ ബെറ്റർ ആണ്. എന്താ പറയുക. ബെസ്റ്റ് ഒറിജിനൽ ആനിമെ നിഞ്ച കമുയി. കണ്ടിട്ടില്ല. ഇൻഫാക്റ്റ് ഈ കാറ്റഗറിയിലുള്ള ഒരു ആനിമയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ടോ? ഏതെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ. അടുത്തത് ബെസ്റ്റ് ആനിമേഷൻ ഡീമൺ സ്ലെയർ. ഞാൻ വിചാരിച്ചു ഇതും ചിലപ്പോൾ ഒരു സോളോ ലെവലിങ്ങിന് കൊടുക്കുന്നു. നോമിനേഷൻ ഉണ്ട് കേട്ടോ, എടുക്കുന്നു. പക്ഷെ ശരിയാണ്, ഇങ്ങനത്തെ ഒരു സംഗതി ഇവരുടെയൊക്കെ ആനിമേഷൻ ലെവൽ വേറെയാണ്. ഇതിന് മുന്നേ ഇവർക്ക് ബെസ്റ്റ് ആനിമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഡീമൺ സ്ലെയറിന്. ഒബ്വിയസ്ലി ഇത് നെറ്റിൽ എപ്പോഴും പറയാറുള്ളതാണ്. ഇവരുടെ ഓൾമോസ്റ്റ് ബഡ്ജറ്റിൻ്റെ ഒരു 90% ഒരു ആനിമേഷനെ ചിലവാക്കണ പോലെ തോന്നാം. അടുത്തത് ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ ഡാൻ. ഓക്കെ. ഫ്രീ റണ്ണും നല്ല സ്ട്രോങ് കോമ്പറ്റേറ്ററാണ് ഇതിൽ.
ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര മെമ്മറബിൾ ക്യാരക്ടേഴ്സാണ് ഫ്രീ റണ്ണിലുള്ളത്. ബെസ്റ്റ് ഡയറക്ടർ അതെയോ കെയിച്ചിറോ സൈത്തോ ഫ്രീ റൺ. മറ്റേ കോൺസലേഷൻ പ്രൈസ് കൊടുക്കണ പോലെയാന്ന് തോന്നുന്നു. എല്ലാം മറ്റേ ഈ സോളോ ലെവലിംഗ് കൊടുത്ത കാരണം ഇവരൊന്ന് സന്തോഷിച്ചായിട്ടിരുന്നോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കണം. ബെസ്റ്റ് ഡയറക്ടർ ഡിസേർവിങ് ആണ്. വെരി ഗുഡ്. അതിലെങ്കിലും നല്ലൊരു ഡിസിഷൻ എടുത്തല്ലോ അവർ. അടുത്തത് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആർട്ട് ഫ്രീ റൺ ആയിക്കോട്ടെ, നല്ല കാര്യം. ഡ്രോയിങ്ങും കാര്യങ്ങളും പിന്നെ ഫ്രീ റൺ ഇത് ആർട്ട് വർക്ക് ഇറ്റ് വാസ് എക്സലൻറ്റ്. വേറെ എനിക്ക് തോന്നുന്നില്ല. മറ്റേ അപ്പോത്തിക്കറി ഡയറീസും നൈസായിരുന്നു. ഡീമൺ സ്ലെയർ ഒബ്വിയസ്ലി ആനിമേഷൻ അടിപൊളിയാണ്, മറ്റേ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ. പക്ഷേ ആർട്ട് ഇത് ഫ്രീ റൺ തന്നെയാണ് മുന്നിട്ട് വെക്കണേ. ബെസ്റ്റ് റൊമാൻസ് ബ്ലൂ ബോക്സ്, നല്ല ആനിമയാണ് കേട്ടോ ബ്ലൂ ബോക്സ്. സീസൺ 2 വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വന്നാൽ നല്ലത്. കാരണം ഒരു എന്താ പറയുക, ഒരു എൻഡിങ് ഇല്ലാണ്ടാണ് സീസൺ 1 തീർന്നത്. എന്ന് വെച്ചാൽ കഥയ്ക്കൊരു ഒരു ഇത് കൊണ്ടുപോയി, ഒരു കൺക്ലൂഷൻ വെക്കണ്ടേ, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഈ പകുതിക്ക് വെച്ച് നിർത്തിയ പോലെ തോന്നി. പക്ഷേ ആനിമെ നൈസായിരുന്നു, കണ്ടിരിക്കാം. സൈൻ ഓഫ് അഫെക്ഷനും നല്ലതായിരുന്നു. മക്കീനും നല്ലതാണ്. മക്കീന് പക്ഷെ വേറെ ഏതോ കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബെസ്റ്റ് കോമഡി മാഷൽ ഒന്നും പറയാനില്ല. സ്പൈ ഫാമിലി കുഴപ്പമൊന്നുമില്ല. കാറ്റഗറി നോമിനീസും വലിയ ഏതോ തിരക്കണമെന്നില്ല, ഏത് കിട്ടിയാലും. ബെസ്റ്റ് ആക്ഷൻ സോളോ ലെവലിങ് നല്ല കാര്യം. ഇത് ആൾക്കാർ എന്തിട്ട് വലിച്ചിട്ടാണ് ഈ വോട്ട് ചെയ്തത്, സമ്മതിക്കണം കേട്ടോ. ഏതോ ഡീമൺ സ്ലെയറൊക്കെ ഇവിടെ കിടക്കും. ബെസ്റ്റ് ആക്ഷൻ സോളോ ലെവലിംഗ്. വിൻഡ് ബ്രേക്കറിന് നോമിനേഷൻ ഇട്ടിട്ട്, അത് വിൻഡ് ബ്രേക്കർ കാണാത്തവർ കണ്ടു കേട്ടോ. അപ്പോൾ സീസൺ 2 ഇപ്പോൾ റണ്ണിങ് ആണ്. ബട്ട് നൈസാണ്. നിങ്ങൾക്ക് മറ്റേ ടോക്കിയോ റിവെഞ്ചേഴ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവും വിൻഡ് ബ്രേക്കർ, കണ്ടിരിക്കാം, നല്ലതാണ്. ബ്ലീച്ച് 1000 Year ബ്ലഡ് വാർ അതൊക്കെ കിടക്കും. സോളോ ലെവലിംഗ് ബെസ്റ്റ് ആക്ഷൻ. എന്ത് പറയാനാണ്, ആൾക്കാർക്ക് ബോധമൊക്കെ പോയെന്ന് തോന്നുന്നു. ബെസ്റ്റ് ഇസക്കായ അനിമെ റീസീറോ നോമിനേഷൻ നോക്കട്ടെ. ദാറ്റ് ടൈം ഐ ഗോട്ട് ഇതിന് നോമിനേഷൻ കിട്ടി. ഇതൊരു നൈസ് ആനിമയാണ് കേട്ടോ, മറ്റേ സ്ലൈം. പേഴ്സണലി എനിക്ക് സ്ലൈം കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നി. റീസീറോ മോശമാണെന്നല്ല, നല്ല ഇതാണ്. പിന്നെ ഇസക്കായിൽ ഇപ്പോൾ നല്ല ആനിമെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇസക്കായി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റിയത് റീസീറോ, പിന്നെ അത് ഈ സ്ലൈം, പിന്നെ മുഷോക്കു ടെൻസൈ കുഴപ്പമില്ല, ഷാങ്ക്രില ഫ്രോണ്ടിയർ ഇതും നല്ലതാണ്. കോനോസുബൊക്കെ കോമഡിയാണ്, ബട്ട് എന്താ പറയുക, അതൊരു ഈ പഴയ ഒരു ഇസക്കായി ആനിമയുടെ ഇനുയാഷയൊക്കെ പോലത്തെ ഒരു ആനിമ ഉണ്ടല്ലോ, ആ ഇസക്കായി ജോണർ എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ യു ഹാക്ഷോ, അതിൻ്റെ ഒന്നും ആ ഒരു സോളോ ഡെപ്ത് ഒന്നും ഇല്ല ഇപ്പോൾ വരുന്ന ഇസക്കായി. പിന്നെ കുറേ ചവറുകൾ ഇറങ്ങുന്നുണ്ട് ഇസക്കായിയുടെ പേരിൽ, ഈ നമ്മുടെ സോളോ ലെവലിങ്ങിൻ്റെ ഒക്കെ തീം വെച്ചിട്ട് തന്നെ. കുറച്ച് വർഷങ്ങളായി അതിങ്ങനെ വരുന്നത്. അടുത്തത് ബെസ്റ്റ് ഡ്രാമ ഫ്രീ റൺ. ഓക്കെ, നല്ല കാര്യം. ഇത് ബെസ്റ്റ് ആനിമയും ഫ്രീ റൺ ആവേണ്ടതാണ്, കുറേ തവണ ഞാനത് പറയണം. ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് മക്കെയിൻ ടു മെനി ലൂസിങ് ഹീറോയിൻസ്. നല്ല തീരുമാനം, അത്യാവശ്യം നല്ലൊരു ആനിമയായിരുന്നു. പിന്നെ ഇതിൽ നോട്ടബിളായിട്ട് സൗണ്ട് നല്ലതാണ്. ഡേഞ്ചേഴ്സ് ഇൻ മൈ ഹാർട്ട് നല്ലൊരു റൊമാൻസ് ആനിമെ. ഇതും ബെസ്റ്റ് റൊമാൻസിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യായിരുന്നു. അതേ എടുക്കണം. ബെസ്റ്റ് മെയിൻ ക്യാരക്ടർ സങ് ജിൻവു. ഇങ്ങനെ ജനറിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അതിന് ബെസ്റ്റ് മെയിൻ ക്യാരക്ടർ അവാർഡ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് മറ്റേ 12, 13, 14 വയസ്സുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റുള്ള ആൾക്കാരൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു.
ശ്രീറൻ, മാവ് 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 മാവും ഫ്രീറനൊക്കെ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഈവൻ കാഫ്ക ഹിബിനോ കൈജ് നമ്പർ 8. ഓവർ പവർഡ് ഹീറോയുടെ ഒരു സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കൈജു നമ്പർ 8 വാസ് ഫാർ ബെറ്റർ ദാൻ സോളോ ലെവലിംഗ്. സങ് ജിൻവു, ഡോണ്ട് ക്വയറ്റ് മീ റോങ്, ഇത് സോളോ ലെവലിംഗ് കണ്ടിരിക്കാൻ രസമാണ്. എന്താ പറയുക, ഒരു ഗിൽറ്റി പ്ലഷർ ആനിമേ എന്നുള്ള രീതിയിലൊക്കെ കാണാൻ സുഖമാണ്. പക്ഷേ ബെസ്റ്റ് മെയിൻ ക്യാരക്ടറൊക്കെ കൊടുക്കാനുള്ള ലെവലുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോൾ സുക്കിമിച്ചി, അതുപോലെ വേറൊരു ആനിമ ഉണ്ടായല്ലോ, മറ്റേ ഇവന് ഒരു തടിയൻ ഒരു പെങ്കൊച്ചിനെ രക്ഷിച്ച് പിന്നെ മറ്റേ എന്താ പറയുക, നമ്മുടെ വേൾഡും പിന്നെ വേറൊരു ഇസക്കായി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൊയലൊക്കെ വന്നിട്ട് ട്രെയിൻ ചെയ്യണേ. അതും ഇതൊക്കെ തന്നെയായിരുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ ഒന്നും പറ്റാത്തൊരു മെയിൻ ക്യാരക്ടർ ഭയങ്കര വീക്കായിട്ട്, അത് കഴിഞ്ഞ് ഒടുക്കത്തെ പവർ കിട്ടി എല്ലാത്തിനും അടിച്ച് റൊട്ടിയാക്കും. കുറേ പെണ്ണുങ്ങൾ പുറകെ വീഴും, അത് തന്നെ പുറകെ വരും. ഇതിലും സോളോ ലെവലിങ്ങിൽ മറ്റേ ഹാറം ആസ്പെക്ട് അത്ര ഇത് കണ്ടിട്ട് അവർ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും ഉണ്ട്. ബെസ്റ്റ് സപ്പോർട്ടിങ് ക്യാരക്ടർ ഫേൺ, യെസ്, വെരി വെൽ ഡിസേർവ്ഡ്. ഇത് നല്ലതാ. അതെ, ടർബോ ഗ്രാനി, ടർബോ ബാബ, സയൻസ് സാറുവാ അതെന്തുറ്റാ? സോറി, അത് അവരുടെ മറ്റേ ഇതാണല്ലേ, സ്റ്റുഡിയോ ആണല്ലേ. ഞാൻ വിചാരിച്ചേ ഡാൻഡനാറിൻ്റെ പേരിന് വരെ ഇങ്ങനെ എന്തൊരു കൊടുത്തിരിക്കുന്ന സ്റ്റുഡിയോ ആണത്. ഓക്കെ, ടർബോ ബാബ നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിരുന്നു. ബട്ട് യെസ്, ഫൺ. ഫ്രീഡം കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ഫൺ. മസ്റ്റ് പ്രൊട്ടക്ട് അറ്റ് ഓൾ കോസ്റ്റ് ക്യാരക്ടർ വിന്നർ ആന്യ ഫോർജർ, യെസ്, വെരി വെൽ ഡിസേർവിങ്. പക്ഷേ ഇതൊരുമാതിരി അവാർഡ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കാറ്റഗറി പോലെ തോന്നുന്നുണ്ട്. പണ്ട് മറ്റേ ഈ ഫിലിം അവാർഡ്സ് വരുമ്പോൾ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിനെ വിളിച്ച് ഒരാൾക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കും, വേറൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയൊരു പേര്, അങ്ങനെ എന്തെങ്കിലും ബെസ്റ്റ് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ മില്ലേനിയൽ സ്റ്റാർ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുണ്ടാക്കി കൊടുക്കാറില്ലേ, അതുപോലെ തോന്നേണ്ടത്. മസ്റ്റ് സ്പൈ ഫാമിലിക്ക് അവാർഡൊന്നും ഉണ്ടായില്ല, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ടായിരിക്കും. അയ്യോ, ബെസ്റ്റ് ആനിമേ സോങ് ഒത്തനോക്കെ, ഇത് ദൂരേന്ന് വരണത് കാണാമായിരുന്നു. ക്രീപ്പി നട്ട്സിൻ്റെ ഉള്ള ഈ സോങ് ഭയങ്കര പോപ്പുലറാണ്, ഞാനും റിപ്പീറ്റ് ഇട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ബ്ലിങ് ബാങ് ബാങ് ബോങ് ഉണ്ട് കേട്ടോ നോമിനിയിൽ, ഇതും ഭയങ്കര ഇതായിരുന്നു. ഈ ഒരു കാര്യത്തിൽ സോളോ ലെവലിങ്ങിൻ്റെ ഇതിന് കൊടുത്തിരുന്നെങ്കിലും എനിക്ക് വലിയ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അവരുടെ ഓപ്പണിങ് സോങ്ങും ഇതൊക്കെ ഭയങ്കര രസം തന്നെയായിരുന്നു. ബെസ്റ്റ് സ്കോർ സോളോ ലെവലിംഗ്, സ്കോർ എന്ന് പറയുമ്പോൾ ഫ്രീറനും ബ്ലീച്ചും ഒക്കെ സ്ട്രോങ് കോമ്പറ്റേറ്റേഴ്സാണ്. കൊണ്ടുപോട്ടെ. ബെസ്റ്റ് ഓപ്പണിംഗ് സീക്വൻസ് ഇത് ഒത്തോനോക്കെ, യെസ്, ഒത്തിരി റെട്രോ സ്റ്റൈലൊക്കെ പിടിച്ച് ഫ്രഷ് ആയിരുന്നു സാധനം. വിയേർഡാണ്, ഫ്രഷ് ആയിരുന്നു, ഇറ്റ് വാസ് നൈസ്. ബെസ്റ്റ് എൻഡിങ് സീക്വൻസ് റിക്വസ്റ്റ്, കാൺ കംപ്ലൈൻ, നല്ലതായിരുന്നു. ഇത് പറഞ്ഞത് പറ്റുള്ളൂ കേട്ടോ. ബെസ്റ്റ് വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ജാപ്പനീസ്, അവോയി യുക്കി, മാവുമാവായിട്ട് വേറെ ലെവൽ വോയിസ് ആക്ട്രസ്സാണ്. കാരണം നമുക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഒരു ഓമനത്വവും ഒരു ക്യൂട്ട്നെസ്സും ഇതൊക്കെ തോന്നുന്നു. ഇവരുടെ വോയിസ് ആക്ടിങ് ഭയങ്കര മേജർ റോളാണ് അതിൽ. വെരി വെൽ ഡിസേർവിങ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ യെസ്, ഒരേ ഏത് വിന്നറായിട്ടുണ്ടെങ്കിലും
കറക്റ്റ് തന്നെയായിരുന്നു. സ്ട്രോങ് കാറ്റഗറിയാണ്. പിന്നെന്തോന്നാ, ബെസ്റ്റ് വോയിസ് ആക്ട്രസ് അറബിക് പോട്ടെ, നമ്മൾ കണ്ടിട്ടില്ല. ബ്രസീലിയൻ പോട്ടെ, കാസ്റ്റലിയൻ സ്പാനിഷ് പോട്ടെ, ഫ്രഞ്ച്, ജർമ്മൻ, ബെസ്റ്റ് വോയിസ് ആർട്ടിസ്റ്റ് ഇറ്റാലിയൻ നമ്മൾ കാണാറില്ല, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലാറ്റിനിൽ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഓ, അറ്റാക്ക് ഓൺ ടൈറ്റൻ, എറൻ യേഗർ. അറ്റാക്ക് ഓൺ ടൈറ്റൻ കഴിഞ്ഞ കൊല്ലമായിരുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഹിന്ദി ലോഹിത് ശർമ്മ. ആരെങ്കിലും അറിയാം? അങ്ങനെ ഗോജോനെയാണ് വോയിസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഹിന്ദി ഡബ് കാണാറില്ല, ഞാൻ ആകെ സബ്ബേ കാണുള്ളൂ, അപ്പം എനിക്കറിഞ്ഞൂടാ. കഴിഞ്ഞു. പിന്നെ ഗ്ലോബൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങേർക്കൊരു അവാർഡ് കൊടുത്തിരുന്നു കേട്ടോ, അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ആൾക്ക്. അത് പക്ഷേ നോക്കട്ടെ, എവിടെ പോയി? ഇത് കാണുന്നില്ല. എന്നാലും ഗ്ലോബൽ ഇമ്പാക്റ്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അതും മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഓരോ പേരുണ്ടാക്കിയിട്ട് വെറുതെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൊടുത്ത പോലെ ഉണ്ട്. പക്ഷെ ശരിയാണ്, അറ്റാക്ക് ഓൺ ടൈറ്റൻ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആനിമെ തന്നെയാണ് ആനിമെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ശരി, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ അറിയിക്കും. ഓക്കെ.